ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സിലെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റിന്റെ പ്രൂഫാണ്. ആർ ഈസ് അൺകൗണ്ടബിൾ, അതായത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഈസ് അൺകൗണ്ടബിൾ. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ റിയൽ നമ്പേഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. ഞാൻ റിയൽ ലൈൻ വരയ്ക്കാൻ പോവാണ്. ഇതാണ് റിയൽ ലൈൻ. ഇവിടെ ഇൻഫിനിറ്റി ഉണ്ടാവും, ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ഉണ്ടാവും, ഇവിടെ 0, 1 അങ്ങനെ പല നമ്പേഴ്സും ഉണ്ടാവും. ഈ നമ്പേഴ്സിനെ, ഈ ലൈനിന്റെ മുകളിലത്തെ എല്ലാ നമ്പേഴ്സിനെയും ഒരു സെറ്റ് ആക്കി എഴുതുന്നതിനെയാണ് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് എന്ന് പറയാ. ക്യാപിറ്റൽ ആർ ഉപയോഗിച്ചാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. ഈ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് നമുക്ക് അൺകൗണ്ടബിൾ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഈ ഒരു പ്രൂഫ് ഞാൻ ചെയ്യുന്നത് ആർ ഈസ് അൺകൗണ്ടബിൾ എന്ന് ഡയറക്റ്റ്ലി പ്രൂവ് ചെയ്യുന്നതിന് പകരം ആറിന്റെ ഒരു സബ്സെറ്റ് അൺകൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യും. ഒരു സെറ്റിന്റെ ഒരു സബ്സെറ്റ് അൺകൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഹോൾ സെറ്റ് അൺകൗണ്ടബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആ രീതിക്കാണ് പ്രൂഫ് മുന്നോട്ട് പോകുന്നത്. ആദ്യം തന്നെ ആറിന്റെ ഒരു സബ്സെറ്റിനെ ഞാൻ പറയാൻ പോവാണ്. ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്ന സബ്സെറ്റ്, അതായത് ഓപ്പൺ ഇന്റർവൽ 0, 1. ഓപ്പൺ ഇന്റർവൽ 0, 1 ഈ ആറിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഞാൻ പ്രൂവ് ചെയ്യും ഓപ്പൺ ഇന്റർവൽ 0, 1 ഈസ് അൺകൗണ്ടബിൾ. ഓക്കെ, അപ്പൊ എനിക്ക് പറയാൻ പറ്റും ഇതിന്റെ സൂപ്പർ സെറ്റ് ആയ അല്ലെങ്കിൽ ഈ സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഹോൾ സെറ്റ് ആർ ഈസ് അൺകൗണ്ടബിൾ. അപ്പൊ എന്റെ ക്ലെയിം ടു പ്രൂവ് ദാറ്റ് ഓപ്പൺ ഇന്റർവൽ 0, 1 ഈസ് അൺകൗണ്ടബിൾ. പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ ഞാൻ എന്റെ ക്ലെയിം എഴുതി വെക്കാണ്. ക്ലെയിം ടു പ്രൂവ് ദാറ്റ് ഓപ്പൺ ഇന്റർവൽ 0, 1 ഈസ് അൺകൗണ്ടബിൾ. ഇതാണ് എന്റെ ക്ലെയിം. ഓക്കെ, അപ്പം ഈ ഒരു പ്രൂഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വഴിയാണ്. ഞാൻ അസ്യൂമിങ് ചെയ്യും ഓപ്പൺ ഇന്റർവൽ 0, 1 ഈസ് കൗണ്ടബിൾ എന്ന് അസ്യൂം ചെയ്യും. ആ ഒരു അസംഷൻ വെച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഒരു കോൺട്രഡിക്ഷൻ എത്തും. അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടാനുള്ള കാരണം നമ്മുടെ അസംഷൻ തെറ്റായതുകൊണ്ടാണ്. അതായത് നമ്മളെടുത്ത അസംഷൻ, ഞാൻ എടുക്കാൻ പോകുന്ന അസംഷൻ ഓപ്പൺ ഇന്റർവൽ 0, 1 ഈസ് കൗണ്ടബിൾ, ആ ഒരു അസംഷൻ തെറ്റാന്ന് കിട്ടും. ആ രീതിക്കാണ് നമുക്ക് പ്രൂഫ് മുന്നോട്ട് പോകുന്നത്. സോ assuming that open interval 0, 1 is countable, ഈ ഒരു അസംഷൻ വെച്ചാണ് ഞാൻ മുന്നോട്ട് പോവുക. കുറച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടും. അപ്പം ഇത്ര എഴുതിയ സ്ഥിതിക്ക് ഇനി അറിയേണ്ടത് എന്താണ് കൗണ്ടബിൾ സെറ്റ് എന്നാണ്. കൗണ്ടബിൾ സെറ്റിന്റെ ഡെഫിനേഷൻ: എ സെറ്റ് ഈസ് കൗണ്ടബിൾ ഇഫ് there exists a bijection from natural number to that set. അതായത് ഒരു സെറ്റ് കൗണ്ടബിൾ ആണെന്ന് പറയണമെങ്കിൽ നാച്ചുറൽ നമ്പറിൽ നിന്ന് ആ സെറ്റിലേക്ക് ഒരു ബൈജക്ഷൻ എന്ന് പറഞ്ഞാൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് 1, 1 and on 2 ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ ഒരു ഓപ്പൺ ഇന്റർവൽ 0, 1 കൗണ്ടബിൾ ആണെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് പറയാൻ പറ്റും കൗണ്ടബിലിറ്റിന്റെ ഡെഫിനേഷൻ പ്രകാരം there exists a bijection ഫ്രം എവിടുന്ന് എങ്ങോട്ട് നോക്കണം, നാച്ചുറൽ നമ്പറിൽ നിന്നും നമുക്ക് വേണ്ട ഓപ്പൺ ഇന്റർവൽ 0, 1ലേക്ക്. ഇതാണ് കൗണ്ടബിലിറ്റിന്റെ ഡെഫിനേഷൻ. ഒരു ബൈജക്ഷൻ എക്സിസ്റ്റ് ചെയ്യും. ബൈജക്ഷൻ മീൻസ് എ 1, 1 and on 2 ഫംഗ്ഷൻ. ഈ ഒരു ബൈജക്ഷൻ ഞാൻ ആരോ ഡയഗ്രം ഉപയോഗിച്ച് കാണിക്കാൻ പോവാണ്. നാച്ചുറൽ നമ്പറിൽ നിന്ന്, ഇതാണ് നാച്ചുറൽ നമ്പറിൽ നിന്ന് 0, 1ലേക്ക് ഓപ്പൺ ഇന്റർവൽ 0, 1. ഓക്കെ, ബൈജക്ഷൻ എന്ന് പറഞ്ഞാൽ 1, 1 and on 2 ഫംഗ്ഷൻ. അപ്പൊ തന്നെ ആ on 2ന്റെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉള്ളിൽ വേണം. ഈ n ന്ന് 0, 1ലേക്കുള്ള ഈ ഒരു f on 2 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 0, 1ലുള്ള എല്ലാ ആൾക്കാർക്കും പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. ഈ ഒരു മാപ്പിംഗ് ഞാൻ കാണിക്കാൻ പോവാണ്. 1, 2, 3, 4 എക്സെട്ര. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. 1ന്റെ ഇമേജിനെ ഞാൻ എഴുതാൻ പോവാണ്. 0 പോയിന്റ് കുറച്ച് നമ്പേഴ്സ്. ഓപ്പൺ ഇന്റർവൽ 0, 1 എലമെന്റ്സ് ഈ ഫോമിലായിരിക്കും. 0 പോയിന്റ് ആ എഴുതുന്ന രീതി നോക്കാം, ഒരു പ്രത്യേക രീതിയിലാണ് എഴുതുന്നത്. A11, A12, A13 എക്സെട്ര. 2ന്റെ ഇമേജ് ഞാൻ എഴുതുന്നത് 0 പോയിന്റ് A21, A22, A23 എക്സെട്ര. 3ന്റെ ഇമേജ് എഴുതുന്നത് 0 പോയിന്റ് A31, A32, A33 എക്സെട്ര. 4ന്റേത് 0 പോയിന്റ് A41 അങ്ങനെ ഇരിക്കും.
സോ ഈ രീതിയിലാണ് എന്റെ ബൈജക്റ്റീവ് ഫംഗ്ഷന്റെ മാപ്പിംഗ് പോകുന്നത്. ഓക്കെ, അടുത്തത് ഒരു കൺസ്ട്രക്ഷൻ ആണ്. ഞാൻ പുതിയൊരു നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അതാണ് ഈ പ്രൂഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. സോ ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് ബി എന്ന് പറഞ്ഞ നമ്പർ ആണ്. കൺസ്ട്രക്ട് ഒരു ബി എന്ന് പറഞ്ഞ നമ്പർ, ഈ ഓപ്പൺ ഇന്റർവൽ 0, 1 ഒരു നമ്പറാണ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 0 ഉണ്ടാവും. 0.B1, B2, B3, B4 എക്സെട്ര ഈ നമ്പറാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. B1 എന്താന്ന് പറയണം, B2 എന്താന്ന് പറയണം. ഓക്കെ, അങ്ങനെ B1, B2, B3 കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നതിന് പകരം ജനറൽ ആയിട്ട് ഈ BI ഡിഫൈൻ ചെയ്യാൻ പോവാണ്. BI ഈക്വൽ ടു BI ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് AII എന്താ നോക്കിയിട്ടാണ്. AII ഈക്വൽ ടു 3 ആണെങ്കിൽ AII 3 അല്ലെങ്കിൽ ഈ രീതിക്കാണ് ഞാൻ BI നെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. AII 3 ആണെങ്കിൽ ഞാൻ BI ഡിഫൈൻ ചെയ്യാണ്. BI ന്റെ ആൻസർ 4 ആയിരിക്കും. എങ്ങാനും AII 3 അല്ലെങ്കിൽ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് BI ന്റെ ആൻസർ 3 ആയിരിക്കും. ഈ രീതിക്കാണ് BI ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, BI ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് B1 എന്താ നോക്കി നോക്കാം. അതായത് ഇയാൾ പോയിന്റിന് ശേഷമുള്ള ഫസ്റ്റ് പൊസിഷൻ എന്താ നമുക്ക് നോക്കി നോക്കാം. സോ B1 ഐക്ക് പകരമൊക്കെ 1 കൊടുത്താൽ 4, 3. If A11 equal to 3, A11 equal to not equal to 3. ഈ രീതിക്കാണ് B1 ഉണ്ടാവുക. A11 എന്താണ് നോക്കിയിട്ടാണ് നമ്മൾ B1 സെലക്ട് ചെയ്യുന്നത്. സോ ഈ A11 എവിടെയാണ് കിടക്കുന്നത്, B1 ഇവിടെയാണ് കിടക്കുന്നത്. B1 ഡിഫൈൻ ചെയ്യുന്നത് നോക്കണം. ഈ A11 നോക്കിയിട്ട് A11 3 ആണെങ്കിൽ B1 ന്റെ ആൻസർ 4 ആയിരിക്കും. എങ്ങാനും A11 3 അല്ലെങ്കിൽ B1 ന്റെ ആൻസർ 3 ആയിരിക്കും. ഇപ്പൊ തന്നെ കിട്ടി. ഈ A11ഉം B1ഉം ഒരിക്കലും സെയിം ആവുന്നില്ല. ആ രീതിക്കാണ് B1 ഡിഫൈൻ ചെയ്ത് വെച്ചത്. അതായത് A11 3 ആണെങ്കിൽ ആ ഒരു B1 ന്റെ ആൻസർ 4 ആയിരിക്കും. എങ്ങാനും A11 3 അല്ലെങ്കിൽ ആ B1 ന്റെ ആൻസർ 3 ആയിരിക്കും. ഒരിക്കലും സെയിം ആവുന്നില്ല. അപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് നമ്പേഴ്സ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. 0.E നമ്പറും 0.E നമ്പറും. ഈ രണ്ട് നമ്പേഴ്സിന്റെയും ഫസ്റ്റ് പൊസിഷനിൽ ചേഞ്ച് വന്ന്, അതായത് ഇതിന്റെ രണ്ടിന്റെയും ഫസ്റ്റ് പൊസിഷൻ ഈക്വൽ ആവുന്നില്ല. അപ്പൊ തന്നെ പറയാൻ പറ്റും ഈ ഒരു നമ്പർ 1ന്റെ ഇമേജ് ആയ ഈ നമ്പർ ഒരിക്കലും B ആവുന്നില്ല. കാരണം ഈ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് നമ്പേഴ്സ് ഈക്വൽ അല്ല. സോ 1ന്റെ ഇമേജ് ഒരിക്കലും B ആവുന്നില്ല. ഇതേപോലെ നിങ്ങൾ B2 ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും A22 നമ്മളെ B2 സെയിം ആവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2ന്റെ ഇമേജ് ഒരിക്കലും എന്താവില്ല, ഈ B ആവില്ല. കാരണം സെക്കൻഡ് പൊസിഷനിൽ ചേഞ്ച് വന്ന്. അതേപോലെ നിങ്ങൾ 3ന്റെ ഇമേജ് ഒരിക്കലും എന്താവില്ല, B ആവില്ല. അവിടെ ചേഞ്ച് വരും. തേർഡ് പൊസിഷനിൽ ചേഞ്ച് വരുന്നത് കൊണ്ട് എന്താവില്ല, B ആവില്ല. ഈ രീതിക്കാണ് ഞാൻ BI കൺസ്ട്രക്ട് ചെയ്ത് വെച്ചത്. ഓക്കെ, ഇവിടെ ഒരു 10 ഉണ്ടാവും. നാച്ചുറൽ നമ്പേഴ്സ് ഒരു എലമെന്റ് ആയ 10 ഉണ്ടാവും. 10ന്റെ ഇമേജ് എന്താവില്ല, B ആവില്ല. കാരണം എവിടെ ചേഞ്ച് വരും, 10th പൊസിഷനിൽ ചേഞ്ച് വരും. ഫസ്റ്റ് 1ന്റെ ഇമേജിൽ എവിടെയാ ചേഞ്ച് വരുന്നത്, ഫസ്റ്റ് പൊസിഷനിൽ ചേഞ്ച് വരുന്നതുകൊണ്ട് B ആവില്ല. 2ന്റേത് സെക്കൻഡ് പൊസിഷനിൽ ചേഞ്ച് വരുന്നതുകൊണ്ട് B ആവില്ല. അങ്ങനെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഉള്ള ഒരു നാച്ചുറൽ നമ്പറിന്റെ ഇമേജ് ആയിട്ട് ആര് വരുന്നില്ല, B വരുന്നില്ല. നിങ്ങൾ ഇവിടെ ഒരു 20 എടുത്തു നോക്കാം. A20 അല്ല, ഇവിടെയുള്ള 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടത്തെ എലമെന്റ് ഒരിക്കലും എന്താവില്ല, B ആവില്ല. കാരണം രണ്ടിന്റെയും 20th പൊസിഷനിൽ ചേഞ്ച് വരും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒരു നാച്ചുറൽ നമ്പറിന്റെയും ഇമേജ് ആയിട്ട് ആര് വരുന്നില്ല, B വരുന്നില്ല. അത് നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഇവിടെയുള്ള Bക്ക് എന്തില്ല, പ്രീ ഇമേജ് ഇല്ല. 1ന്റെ ഇമേജ് ആയി വരില്ല, 2ന്റെ ഇമേജ് ആയി വരില്ല. ഇവിടുത്തെ ഒരു നാച്ചുറൽ നമ്പറിന്റെ ഇമേജ് ആയിട്ട് ആര് വരില്ല, ഞാൻ ഈ കൺസ്ട്രക്ട് ചെയ്ത B വരില്ല. അത് നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒന്നിന്റെ ഇമേജ് അല്ല B എന്ന് പറഞ്ഞാൽ Bക്ക് എന്തില്ല എന്നാണ് അർത്ഥം, പ്രീ ഇമേജ് ഇല്ല എന്നാണ് അർത്ഥം. നമുക്ക് ഈ ബിന്റെ കൺസ്ട്രക്ഷൻ വെച്ച് മനസ്സിലാക്കാം.
ബി ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ 0 ആണ്. 0 കുറെ നമ്പേഴ്സ് എന്തായാലും ഓപ്പൺ ഇന്റർവൽ 0 ഒരു എലമെന്റ് ആണ്. പക്ഷെ നമുക്ക് കിട്ടി ബട്ട് ബി doesn't have pre-image. 0 ഒരു എലമെന്റ് ഞാൻ ഉണ്ടാക്കി ഈ രീതിക്ക്. എന്താണ് അതിന്റെ പ്രത്യേകത? ആ ബിക്ക് പ്രീ ഇമേജ് ഇല്ല. കോൺട്രഡിക്ഷനിലെത്തി. കാരണം നമ്മൾ അസംഷൻ പ്രകാരം നമ്മൾ ഡിഫൈൻ ചെയ്തത് എന്താണ്? ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ, അതായത് 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഓൺ ടു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും എന്ത് വേണം? പ്രീ ഇമേജ് വേണമെന്നാണ്. പക്ഷെ ഇവിടെ നമുക്ക് ബിക്ക് പ്രീ ഇമേജ് ഇല്ലാന്ന് കിട്ടി. കോൺട്രഡിക്ഷനിലെത്തി. ഓക്കെ, ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടാനുള്ള കാരണം അവർ അസംഷൻ ഈസ് റോങ്. അവർ അസംഷൻ ഈസ് റോങ്. നമ്മൾ അസംഷൻ തെറ്റാണ്. എന്താണ് നമ്മൾ അസംഷൻ? 0 ഈസ് കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അസംഷൻ തെറ്റാണ്. therefore നമുക്ക് പറയാൻ പറ്റും ഓപ്പൺ ഇന്റർവൽ 0 ഈസ് അൺകൗണ്ടബിൾ. ഓക്കെ, നമുക്ക് ഏകദേശം പ്രൂഫിന്റെ ലാസ്റ്റിലേക്ക് എത്താനായി. ഓപ്പൺ ഇന്റർവൽ 0 അൺകൗണ്ടബിൾ ആണ് കിട്ടി. അപ്പൊ ഓപ്പൺ ഇന്റർവൽ 0 കണ്ടെയ്ൻ ചെയ്യുന്ന ഹോൾ സെറ്റ് ആയ R എന്തായിരിക്കും? അൺകൗണ്ടബിൾ ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് R ഈസ് അൺകൗണ്ടബിൾ. സിൻസ് അതിന്റെ കാരണം ഓപ്പൺ ഇന്റർവൽ 0 ഈസ് എ സബ്സെറ്റ് ഓഫ് R. ആറിന്റെ ഒരു സബ്സെറ്റ് ആണ് ഓപ്പൺ ഇന്റർവൽ 0. അപ്പൊ ഓപ്പൺ ഇന്റർവൽ 0 അൺകൗണ്ടബിൾ ആണ് കിട്ടി. അപ്പം അതിന്റെ സൂപ്പർ സെറ്റ് ആയ R എന്തായിരിക്കും? അൺകൗണ്ടബിൾ ആയിരിക്കും. ഈ രീതിക്കാണ് R ഈസ് അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ പ്രൂഫ് ചെയ്യുന്നത്. താങ്ക് യു.